നാളിതുവരെയായിട്ടും ഗൂഗിൾ ഫോട്ടോസ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഫീച്ചർ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വളരെ നഷ്ടം തന്നെയാണ്. അടിപൊളി ഫീച്ചറുമായിട്ട് ഗൂഗിൾ ഫോട്ടോസിന്റെ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ഗൂഗിൾ ഫോട്ടോസും പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ ഒരു ഫീച്ചർ നിങ്ങൾക്കും വന്നിരിക്കും. ഏതാണ് ഫീച്ചർ, എങ്ങനെ ഉപയോഗിക്കാം എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനു മുമ്പ് ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് ഗൂഗിൾ ഫോട്ടോസ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പം ഞാൻ ഒരു പഴയ ഫോട്ടോ ആണ് ഇവിടെ തിരഞ്ഞെടുത്തത്. ഓക്കെ, ഇവിടെ എഡിറ്റ് എന്ന ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടത് വശത്ത് നിങ്ങൾക്ക് ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ഇവിടെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് എത്തി. ഇനി ഇതിൽ നിന്നും ഒരു ഒബ്ജക്റ്റ് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ എറേസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റ് അവിടെ നിന്നും റിമൂവ് ആകുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. വളരെ പെട്ടെന്ന് ഇവിടെ നിന്ന് അത് റിമൂവ് ആയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടൊക്കെ കൃത്യമായിട്ട് അതേപടി വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഉള്ള ഫോട്ടോ അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ 3-4 സൈസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഏത് വേണമെങ്കിൽ നമുക്കിവിടെ സേവ് ചെയ്യാം. താഴെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് സേവ് ആക്കാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത ഒബ്ജക്റ്റുകളൊക്കെ ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ ഗൂഗിൾ ഫോട്ടോസ് തന്നെ മതി. ഇതിപ്പോൾ പുതിയ അപ്ഡേറ്റിൽ വന്നതാണ്. ഇനി അവിടെ നമുക്ക് ലോങ് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ആ ഒബ്ജക്റ്റ് കുറച്ച് വേറെ ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കണമെന്നെങ്കിൽ ഇതേപോലെ കൊണ്ടുവച്ചിട്ട് ഇവിടെ താഴെ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റ് നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവെക്കാൻ പറ്റും. നമുക്കൊന്ന് നോക്കാം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ ഒരു ഫോട്ടോ ആദ്യം ഉണ്ടായിരുന്നത് ഇവിടെയാണ്. അതിൽ നിന്നും ഞാൻ മാറ്റി ഇവിടത്തേക്ക് കൊണ്ടുവന്നു. പക്ഷേ ഒന്നും ഒരു ചേഞ്ചും വന്നിട്ടില്ല. നമുക്ക് അതിൻ്റെയും ഒരു 3-4 സൈസ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതാണ് വേണ്ടത് ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്താൽ നമുക്കിത് സേവ് ആക്കാൻ പറ്റും. അടിപൊളി ഓപ്ഷനാണ് ഇപ്പോൾ ഗൂഗിൾ ഫോട്ടോസിൽ തന്നെ നൽകിയിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വരുവാണ്. ഇവിടെ നമുക്ക് അൺബ്ലർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ബാർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബ്ലർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിവിടെ ഡൈനാമിക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഫോട്ടോസ് നല്ല രൂപത്തിൽ ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ പോർട്രേറ്റ് എന്ന ഭാഗത്ത് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറായിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് ആ ഒബ്ജക്റ്റ് മാത്രം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ എൻഹാൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ കളർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുണ്ട്. ഫോട്ടോ മാത്രം കളറായിട്ടുണ്ട്. ഓക്കെ, ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മൊത്തത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം. അങ്ങനെ ശരിക്കുള്ള ഒരു ഫോട്ടോ എഡിറ്ററിനേക്കാളും കൂടുതൽ നമുക്ക് ഈ ഒരു ഗൂഗിൾ ഫോട്ടോസിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ആവശ്യമുള്ളതുപോലെ ഇതുപോലെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാണ്. വീണ്ടും എഡിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്രോപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ടൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫിൽറ്റേഴ്സ്, ഒരുപാട് ഫിൽറ്റേഴ്സുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്കപ്പ്, നമുക്ക് ഇതിൽ എന്തെങ്കിലും എഴുതുകയോ മറ്റോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഴുതാം, ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട്. അതെല്ലാം ഗൂഗിൾ ഫോട്ടോസിൻ്റെ അകത്താണ്. അപ്പോൾ ഇനി ഗൂഗിൾ ഫോട്ടോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഫോട്ടോ എഡിറ്ററിൻ്റെ ആവശ്യമേ ഇല്ല. ആ രൂപത്തിലേക്ക് ഇപ്പോൾ ഗൂഗിൾ ഫോട്ടോസ് മാറിക്കഴിഞ്ഞു. പുതിയ അപ്ഡേറ്റിലാണ് ഈ ഫീച്ചറുകളൊക്കെ വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഗൂഗിൾ ഫോട്ടോസ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിർബന്ധമായിട്ട് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുക. AI ഫീച്ചറോടുകൂടി നല്ല ഫീച്ചറുകൾ, നല്ല അപ്ഡേറ്റുകൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.